അച്ഛനായ ഞാൻ കള്ളും കുടിച്ച് സിഗരറ്റും വലിച്ച് മൊബൈലിൽ ചൊറിഞ്ഞിരുന്നാൽ ഒരു വൈദികനായ എൻ്റെ പടിയിറക്കമാണ്. ഒരു അപ്പൻ ഗൗരവമില്ലാതെ പിള്ളകളിയും കളിയും കുടിയും ദൂർത്തുമായിട്ട് നടന്നാൽ ഒരപ്പൻ്റെ പടിയിറക്കമാണ്. കുഞ്ഞുങ്ങളുടെ അമ്മ 60-ാം വയസ്സിലും മധുരപ്പതിനേഴുകാരിയെ പോലെ മേക്കപ്പ് ചെയ്ത് തുള്ളി നടന്നാൽ ഒരു സ്ത്രീയുടെ പടിയിറക്കമാണ്. ഓരോ പ്രായത്തിൻ്റെയും പക്വത വേണം, ഓരോ പ്രായത്തിൻ്റെയും വില വേണം, നില വേണം. അത് നമ്മൾ മറക്കരുത്. ഇല്ലെങ്കിൽ അത് പടിയിറക്കം എന്നാണ് പറയുക. ഫ്ലവേഴ്സിൽ ശ്രീകണ്ഠൻ നായർ എന്നെ വിളിച്ചു ഒരു ടെലിവിഷൻ സംവാദത്തിന്. എന്നോട് പറഞ്ഞു, ഒരു വശത്ത് ഒരു സിനിമാ നടി ഇരിക്കും, അവൾ ഉറപ്പിൻ്റെ അഭിനയം എടുക്കുന്നതിൻ്റെ കാരണം എന്തിനു വേണ്ടിയെന്ന് അവൾ പറയും. അവളുടെ അഭിനയം ഉറപ്പാണെന്ന് അച്ഛൻ്റെ ഭാഷയിൽ പറഞ്ഞ് ഒന്ന് സ്ഥാപിക്കണം. ഞാൻ ചോദിച്ചു, ആരാ സിനിമാ നടി? പറഞ്ഞു, ഷക്കീല. ഒരു വശത്ത് ഷക്കീലയും മറുവശത്ത് ഞാനും. ഞാൻ പറഞ്ഞു, ഞാൻ വരികയില്ല. എന്താ, ഷക്കീല മോശക്കാരിയായിട്ടാണോ? ഞാൻ പറഞ്ഞു, അങ്ങനെ വിധിക്കാൻ എനിക്ക് എന്നാ റൈറ്റ്. അതുകൊണ്ടല്ല, യുവജനങ്ങൾ എൻ്റെ പ്രോഗ്രാം ലക്ഷങ്ങൾ കുത്തി കാണുന്നത് യൂട്യൂബിൽ എനിക്കറിയാൻ പറ്റും. ഇപ്പോൾ ഒരു നാളിൽ യുവജനങ്ങൾ യൂട്യൂബിൽ ഇങ്ങനെ ടൈപ്പ് ചെയ്യും, എങ്ങനെ ഫാദർ ജോസഫ് പുത്തമ്പരിക്കൽ ആൻഡ് ഷക്കീല. അതുകൊണ്ട് ആ പരിപാടിക്കില്ല. എന്താണ് പാപം? ഒന്ന്, പാപം നിന്റെ ആകാശം ചുരുങ്ങുന്നതാ. പാപം നിന്റെ ആകാശം ചുരുങ്ങുന്നതാ. എൻ്റെ ആകാശം ചുരുങ്ങുന്നതാ. എന്താ ആകാശം ചുരുങ്ങുക? ഏതോ ഒരച്ഛൻ്റെ കാലത്ത് പള്ളിയോട് പിണങ്ങിയതാ. പിന്നെ പള്ളിയില്ല, പട്ടക്കാരില്ല, പള്ളി കയറത്തില്ല, വേറെ പള്ളി പോകും, എൻ്റെ സ്വന്തം പള്ളിയിൽ കുർബാനയ്ക്ക് പോവുകയല്ല. ആകാശം ചുരുങ്ങിപ്പോയി. കല്യാണത്തിൻ്റെ ആദ്യ നാളുകളിൽ ഭാര്യയുടെ ആങ്ങളെ എന്തോ എന്ന് പറഞ്ഞതാ, പിന്നെ ഭാര്യ വീട്ടിൽ കയറുകയല്ല. ആകാശം ചുരുങ്ങിപ്പോയി. ഭർത്താവിൻ്റെ പെങ്ങളെന്തോ പറഞ്ഞു, പിന്നെ പെങ്ങൾക്കോ അമ്മയ്ക്കോ പിന്നെ ഫോൺ പോലും വിളിക്കത്തില്ല. ആകാശം ചുരുങ്ങിപ്പോയി. എങ്കിൽ ദൈവം പറയുന്നു, 3 സന്ധ്യകളുടെ ധ്യാനത്തിൽ ആകാശം വിശാലമാക്കണം. നമ്മുടെ ആകാശം ചുരുങ്ങിപ്പോയാൽ എൻസൈക്ലോപീഡിയ പോലെ ശോഭിക്കേണ്ട നീ പോക്കറ്റ് ഡിക്ഷണറി പോലെ ചെറുതാവും. കഴുകനെ പോലെ പറക്കേണ്ട ഞാൻ കോഴിക്കുഞ്ഞിനെ പോലെ ചുരുണ്ടുപോകും. എങ്കിൽ ചുരുങ്ങിപ്പോയ ആകാശം വിശാലമാക്കണം. 2, പാപം ഒരു മറവിയാണ്. പാപമെന്ന് പറയുന്നത് ഒരു മറവിയാണ്. 2 കാര്യങ്ങളെ നിങ്ങൾക്കും എനിക്കും മറക്കാം. 1, വന്ന വഴികൾ. 2, എത്തേണ്ട ലക്ഷ്യങ്ങൾ. വന്ന വഴികളെയും മറക്കാം, എത്തേണ്ട ലക്ഷ്യങ്ങളെയും മറക്കാം. പാപം ഒരു മറവിയാണ്. ബൈബിളിൽ ആരെല്ലാം വന്ന വഴി മറന്നു, ദൈവം അവരെ ഓർമ്മിപ്പിച്ചു. ഉദാഹരണം, ഹാഗാരിന് ഇസ്മായിൽ ജനിച്ചപ്പോൾ ഹാഗാരിന് തലക്കനം. അപ്പോൾ ദൈവം വിളിച്ചു, സാറായുടെ ദാസിയായ ഹാഗാറെ, നീ ഏത് കൊച്ചിൻ്റെ അമ്മയാണെങ്കിലും ഒരു കൂലിപ്പണിക്കാരിയാ, നിന്റെ നിലവാരം മറക്കരുത്, വന്ന വഴി മറക്കരുത്. പത്രോസിന് തലക്കനും, കെട്ടുവാനും അഴിക്കുവാനും അയക്കുവാനും മുറുക്കുവാനും സമസ്ത അധികാരമുണ്ട്. ഈ അഹന്തയോടെ പോകുമ്പോൾ തമ്പുരാൻ്റെ വിളി, യോനായുടെ പുത്രനായ ശീമോനെ, നീ ഏത് പോപ്പാണേലും നിന്റെ അപ്പൻ മീൻപിടുത്തക്കാരൻ്റെ ദേഹത്തുള്ള മത്തിയുടെ ഉളുമ്പിൻ്റെ മണം മറക്കരുത്. പാപം വന്ന വഴി മറക്കുന്നതാ, എത്തേണ്ട ലക്ഷ്യങ്ങളെയും മറക്കുന്നതാ. ചില കാര്യം മറക്കാൻ പറ്റുമോ? ചില മനുഷ്യർക്ക് എന്തോ ഒരു മറവിയാ. ഒരാൾ ഡോക്ടറെ സമീപിച്ച് പറഞ്ഞു, ഇനി ശക്തമായ മറവി. ഡോക്ടർ ചോദിച്ചു, നിന്റെ മറവിക്ക് എന്താ ലക്ഷണങ്ങൾ? അവൻ പറഞ്ഞു, എൻ്റെ മറവിക്ക് 12 ലക്ഷണങ്ങൾ. എന്തെല്ലാവാ? 1 മറവി, പിന്നെ ബാക്കി 11 ഞാൻ മറന്നുപോയി. അതാണ് മറവിയുടെ 12 ലക്ഷണങ്ങൾ. എല്ലാം പെട്ടെന്ന് മറക്കാം, ഒന്നും മറക്കരുത്. അല്പം പൈസയാകുമ്പോൾ കാശില്ലാഞ്ഞൊരു കാലം അത് മറക്കരുത്. അല്പം സ്വാധീനമാകുമ്പോൾ ഒന്നുമില്ലാതിരുന്ന കാലം, ആ കാലത്തെ മറക്കരുത്. പാപം ഒരു മറവിയാണ്. 1, പാപം ഒരു ആകാശം ചുരുങ്ങലാണ്. 2, മറവിയാണ്. 3, പാപം ഒരു പടി ഇറക്കമാണ്. പർദീസായുടെ പടിവാതിലുകൾ ആദ്യ മാതാപിതാക്കൾ ഇറങ്ങിപ്പോയി. ധൂർത്തപുത്രൻ അപ്പൻ്റെ ഊട്ടിമേശയെന്ന് ഇറങ്ങിപ്പോയി. എന്താ പടിയിറക്കം?
അച്ഛനായ ഞാൻ കള്ളും കുടിച്ച് സിഗരറ്റും വലിച്ച് മൊബൈലിൽ ചൊറിഞ്ഞിരുന്നാൽ ഒരു വൈദികനായ എൻ്റെ പടിയിറക്കമാണ്. ഒരു അപ്പൻ ഗൗരവമില്ലാതെ പിള്ളകളിയും കളിയും കുടിയും ദൂർത്തുമായിട്ട് നടന്നാൽ ഒരപ്പൻ്റെ പടിയിറക്കമാണ്. കുഞ്ഞുങ്ങളുടെ അമ്മ 60-ാം വയസ്സിലും മധുരപ്പതിനേഴുകാരിയെ പോലെ മേക്കപ്പ് ചെയ്ത് തുള്ളി നടന്നാൽ ഒരു സ്ത്രീയുടെ പടിയിറക്കമാണ്. ഓരോ പ്രായത്തിൻ്റെയും പക്വത വേണം, ഓരോ പ്രായത്തിൻ്റെയും വില വേണം, നില വേണം. അത് നമ്മൾ മറക്കരുത്. ഇല്ലെങ്കിൽ അത് പടിയിറക്കം എന്നാണ് പറയുക. 4, പാപം 3 ബന്ധങ്ങളിൽ വീഴുന്ന വിള്ളല. 1, ദൈവത്തിൽ നിന്നാകുന്നു. 2, മനുഷ്യരിൽ നിന്നാകുന്നു. 3, മനസാക്ഷിയിൽ നിന്നാകുന്നു. ചുമ്മാ ഒളിക്കുന്ന മറയ്ക്കുന്ന മനുഷ്യൻ, വെറുതെ കള്ളം പറയുക, വെറുതെ അയഞ്ഞ വർത്താനം പറയുക, ഇതെല്ലാം പാപത്തിൻ്റെ മേഖലകൾ, പാപത്തിൻ്റെ ലിസ്റ്റുകളായി നമ്മുടെ മുമ്പിൽ നിൽക്കുന്നു. ഒരു വിടുതൽ നമുക്ക് ആവശ്യമാണ്. 1 യോഹന്നാൻ 2-ാം അധ്യായം 15 മുതൽ 17 വരെ വാക്യങ്ങൾ. 1 യോഹന്നാൻ 2-ാം അധ്യായം 15 മുതൽ 17 വരെ വാക്യങ്ങൾ. പാപത്തിൻ്റെ അടിസ്ഥാന വ്യാഖ്യാനങ്ങൾ അരങ്ങേറ്റം ബൈബിളിൽ നമ്മൾ കാണുന്നു. 1, കാണാൻ കൊള്ളാവുന്ന പഴം ഹവ്വായിക്ക് കാണിച്ചു കൊടുത്തു. ആ പാപത്തിൻ്റെ പേരാണ് കണ്ണുകളുടെ ദുരാശ. കാണാൻ കൊള്ളാവുന്ന പഴം ഹവ്വായിക്ക് കാണിച്ചു കൊടുത്തു, അതാണ് കണ്ണുകളുടെ ദുരാശ. 2, തിന്നാൻ കൊതി തോന്നി, അതിൻ്റെ പേരാണ് ജഡത്തിൻ്റെ ദുരാശ. 3, ദൈവത്തെ പോലെ ആകാൻ മോഹം തോന്നി, അതിൻ്റെ പേരാണ് ജീവിതത്തിൻ്റെ അഹന്ത. ഈ 3 പ്രലോഭനം മത്തായി 4-ൽ ഈശോയ്ക്കുണ്ടായി. കാണാവുന്ന ദേശം മുഴുവനും കാണിച്ചു കൊടുത്തു, കണ്ണുകളുടെ ദുരാശ. കല്ലിനെ അപ്പമാക്കി തിന്നാൻ തോന്നി, ജഡത്തിൻ്റെ ദുരാശ. ദൈവത്തിനല്ലേ എന്ന നെകളം തോന്നി, ജീവിതത്തിൻ്റെ അഹന്ത. ആദ്യ മാതാപിതാക്കൾക്ക് പ്രലോഭനമുണ്ടായി, അവർ പ്രലോഭിതരായി. യേശുവിന് പ്രലോഭനമുണ്ടായി, പക്ഷെ പ്രലോഭിതനായില്ല. അതാണ് യേശുവിൻ്റെ ഒരു വലിയ വ്യത്യാസം. ഇപ്പം 1 യോഹന്നാൻ 2, 15 മുതൽ 17 വരെ വാക്യങ്ങൾ ആവർത്തിക്കുന്നു. ലോകത്തിൻ്റെ മോഹങ്ങൾ 3 അവ കണ്ണുകളുടെ ദുരാശ, ജഡത്തിൻ്റെ ദുരാശ, ജീവിതത്തിൻ്റെ അഹന്ത. 1, കണ്ണുകളുടെ ദുരാശ. നിങ്ങളും ഞാനും ഏറ്റവും ശ്രദ്ധിക്കേണ്ട അവയവമാണ് കണ്ണ്. സകല തിന്മയും കണ്ണിക്കൂടെയാണ് കടന്നു വരിക. ഒരു സ്ത്രീയുടെ നഗ്നമായ ശരീരം പരിസ്ഥിതി കാണുമ്പം നോക്കിക്കൊണ്ട് നിൽക്കും കണ്ണുകളുടെ ദുരാശ. ഒരു പുരുഷൻ്റെ നഗ്നമായ മേനി പരിസ്ഥിതി കണ്ട സ്ത്രീ നോക്കും, കണ്ണുകളുടെ ദുരാശ. ബ്ലൂ ഫിലിം കാണാനുള്ള ധോര, കണ്ണുകളുടെ ദുരാശ. ഉള്ളുപോലെ കണ്ണിൻ്റെ യാത്രയാണ്. നമ്മുടെ ഉള്ളുപോലെ കണ്ണ് യാത്ര ചെയ്യും. വസ്ത്രപ്രമുള്ള സ്ത്രീ കോട്ടയത്ത് ചെന്നാൽ അവൾ കാണുന്നത് അയ്യപ്പാസ്, പാർത്താസ്, ശീമാട്ടി, നർമ്മദ, ബോംബെ ഡൈങ്, പുളിമൂട്ടിക്കട, ജവിളിക്കട മാത്രം കാണും. സ്വർണ്ണപ്രമുള്ളവൾ കോട്ടയത്ത് പോയാൽ ആലുക്കാസ്, ജോസോ ജ്വല്ലറി, ചെമ്മണ്ണൂർ, മലബാർ ഗോൾഡ്, ഭീമാ ഗോൾഡ്, സ്വർണ്ണക്കട കാണും. ഒരു പട്ടി പാലായി വന്നാൽ കശാപ്പ് കട, മീൻ കട, എള്ള്, മുള്ള്, വേസ്റ്റ് അത് കാണും. മദർ തെരേസ കൊടക്കച്ചിറ വന്നിരുന്നെങ്കിൽ മന്ദബുദ്ധി, മാറാരോഗി, അനാഥ പിള്ളേർ അവരെ കാണും. ഉള്ളുപോലെ കണ്ണിൻ്റെ യാത്ര. കുറച്ച് നാൾ മുമ്പ് ഞാൻ പാലായിൽ നിന്നും സൂപ്പർ ഫാസ്റ്റിൽ ട്രിവാൻഡ്രം പോവുക. രാവിലെ 8 മണിക്ക് ബസ് കോട്ടയം ബസ് സ്റ്റാൻഡിൽ ചെന്നു. കണ്ടക്ടർ പറഞ്ഞു 20 മിനിറ്റ് കൊണ്ട് കാപ്പ് കുടിക്കാനുള്ള സമയം. പകുതി പേര് ഇറങ്ങി. ഞങ്ങൾ പകുതി പേര് അകത്ത് ഇരുന്നു. ഞാനെന്തോ പുസ്തകം വായിച്ചുകൊണ്ടിരിക്കുക. കുറേ കഴിഞ്ഞൊരു ശബ്ദം. ഞാൻ നോക്കുമ്പോൾ ആണുങ്ങൾ ചാടി എഴുന്നേറ്റ് പുറത്തേക്ക് നോക്കുന്നു. ഞാനും നോക്കി. അപ്പോഴാണ് കാണുന്നത് 2 ചെറുപ്പക്കാരിയായിരുന്നു. ഒരു സിനിമയുടെ പോസ്റ്റർ പശ തേച്ച് ഒട്ടിക്കുകയാണ്. സിനിമയുടെ പേര് കിന്നാരത്തുമ്പികൾ. നായിക ഷക്കീല. ഷക്കീല എന്ന് പറഞ്ഞാൽ വസ്ത്രത്തിന് ഭൂരിപക്ഷ മേഖലയിൽ കടുത്ത ദാരിദ്ര്യം അനുഭവിക്കുന്നവളും ഉടുത്ത തുണിക്ക് 80% കിഴിവുള്ളവളും ഇവിടെ ഒട്ടിച്ചു വെക്കുക. ആണുങ്ങൾ അവളെ നോക്കുന്നു. കുറച്ച് കഴിഞ്ഞ് ഒരു അമ്പലക്കാള വന്നു. 2 കാലം നിലത്ത് കുത്തി, 2 കൈയും പിറ്റേ കുത്തി ഷക്കീലെ കടിച്ചു കീറി ചവച്ച് തുപ്പി താഴെ ഇടുന്നു.
അമ്പലക്കാളിക്ക് പോലും അറിയാം കാണാൻ കൊള്ളുന്ന സാധനമാണ് ഈ തൂങ്ങിക്കിടക്കുന്നത്. മനുഷ്യൻ വായും പൊളിച്ച് നോക്കുന്നു, കണ്ണുകളുടെ ദുരാശ. 2 വർഷം മുമ്പ് ഫ്ലവേഴ്സിൽ ശ്രീകണ്ഠൻ നായർ എന്നെ വിളിച്ചു ഒരു ടെലിവിഷൻ സംവാദത്തിന്. എന്നോട് പറഞ്ഞു, ഒരു വശത്ത് ഒരു സിനിമാ നടി ഇരിക്കും, അവൾ ഉറപ്പിൻ്റെ അഭിനയം എടുക്കുന്നതിൻ്റെ കാരണം എന്തിനു വേണ്ടിയെന്ന് അവൾ പറയും. അവളുടെ അഭിനയം ഉറപ്പാണെന്ന് അച്ഛൻ്റെ ഭാഷയിൽ പറഞ്ഞ് ഒന്ന് സ്ഥാപിക്കണം. ഞാൻ ചോദിച്ചു, ആരാ സിനിമാ നടി? പറഞ്ഞു, ഷക്കീല. ഒരു വശത്ത് ഷക്കീലയും മറുവശത്ത് ഞാനും. ഞാൻ പറഞ്ഞു, ഞാൻ വരികയില്ല. എന്താ, ഷക്കീല മോശക്കാരിയായിട്ടാണോ? ഞാൻ പറഞ്ഞു, അങ്ങനെ വിധിക്കാൻ എനിക്ക് എന്നാ റൈറ്റ്? അതുകൊണ്ടല്ല. യുവജനങ്ങൾ എൻ്റെ പ്രോഗ്രാം ലക്ഷങ്ങൾ കുത്തി കാണുന്നത് യൂട്യൂബിൽ എനിക്കറിയാൻ പറ്റും. ഒരു നാളിൽ യുവജനങ്ങൾ യൂട്യൂബിൽ ഇങ്ങനെ ടൈപ്പ് ചെയ്യും, എങ്ങനെ ഫാദർ ജോസഫ് പുത്തമ്പരിക്കൽ ആൻഡ് ഷക്കീല. അതുകൊണ്ട് ആ പരിപാടിക്കില്ല, ഞാൻ അതിൽ നിന്ന് മാറിപ്പോകും. ഉള്ളുപോലെ കണ്ണിൻ്റെ യാത്ര. ഒരു കാര്യം നമുക്ക് ഉറപ്പാണ്, നമ്മുടെ ഉള്ളുപോലെയാ കണ്ണിൻ്റെ യാത്ര. ഉറവയുടെ ഗതി ശരിയാകണം, ഉറവിടം നേരെയാകണം. ഉറവിടം നേരെയായോ ഉറവയുടെ ഗതി നേരെയാവും. നമ്മുടെയൊക്കെ ചില തരംഗങ്ങൾ നമ്മുടെ ശരീരത്തിലുണ്ട്, ചില തരംഗങ്ങൾ. ഉദാഹരണം, നമ്മൾ പിറന്നു വീഴുന്ന സമയത്ത് ഏത് അന്തരീക്ഷത്തിൽ പിറന്നോ അതിൻ്റെ തരംഗം നിങ്ങളുടെ ദേഹത്തുണ്ട്. നക്ഷത്ര തരംഗം നമുക്കെല്ലാവർക്കും ഉണ്ട്. അതുകൊണ്ടാണ് പ്രകൃതിയും ദേഹവും കൂടി ബന്ധപ്പെട്ട. വേലിയേറ്റം ഉള്ള സമയത്ത് പ്രാന്തുള്ളവർക്ക് ഇളക്കം കൂടും. വേലിയേറ്റം വരുമ്പോൾ പ്രാന്തുള്ളവർ നോർമലായിട്ട് മാറും. കടൽ വെള്ളവും ശരീരവും കൂടി നല്ല ബന്ധമാണ്. അതുകൊണ്ടാണ് ദേഹത്ത് മുഴുവൻ കടലിൻ്റെ ഉപ്പാണ്. യൂറിൻ, ബ്ലഡ്, കഫം, വേർപ്പ്, കടൽ വെള്ളമാണ് ദേഹത്തു നിന്ന് പോവുക. അതുകൊണ്ടാണ് ഒരു സ്ത്രീ ഗർഭിണിയായിരിക്കുമ്പോൾ ഇരട്ടി കടലുപ്പ് ദേഹത്ത് വേണം. ദൈവം കൊടുത്തു വ്യാക്കൂൺ, മാങ്ങ, വാളംപുളി, ചില പുളിരസം ദേഹത്ത് വരും. കാരണം കടൽ വെള്ളത്തിന് ഉപ്പ് ദേഹത്തുണ്ടാകാനാണ്. പ്രകൃതിയും നമ്മളുമായി വളരെ ബന്ധപ്പെട്ടായിരിക്കുക. അതുകൊണ്ട് നമ്മുടെ ശരീരത്തിൽ ചില ആൾക്കാർക്ക് ഭയങ്കര കാന്തശക്തിയാണ് ദേഹത്ത്. ചിലരോട് 500 രൂപ രാവിലെ മേടിച്ചാൽ ഉച്ചയാകുമ്പം തെണ്ടി കുത്തുവാള എടുക്കും, കൈപ്പുണ്യമില്ല. ചിലരോട് മേടിച്ചോ 3:30 ആകുമ്പം 750 പൊലിക്കും, കൈപ്പുണ്യം. ചില അമ്മച്ചിമാർ കോഴിക്കറി വെച്ചാൽ ചട്ടിയുടെ അടിയിലത്തെ അരപ്പും കൂടെ വടിച്ചു നോക്കാൻ തോന്നും, നല്ല രുചി. ചില പെണ്ണുങ്ങൾ ഇതേ അരപ്പിട്ട് കറി വെച്ചാൽ വെറുകോളിക്ക് അരപ്പിട്ടതുപോലെ ഒരു രുചിയില്ല. ചില വാഴക്കൊല വെട്ടിയാൽ കരിഞ്ഞു കുത്തിയിരിക്കും. ചിലന്ന് വരഞ്ഞാൽ മതി, ഉടനെ പഴുക്കും. കൈയുടെ കാന്തശക്തി. ചിലരുടെ നാക്കിൽ കാന്തശക്തി, കരിനാക്ക്, നാക്കിൽ കാന്തശക്തിയുണ്ട്. ഒരു സ്കൂൾ യൂത്ത് ഫെസ്റ്റിവലിൽ കൊച്ചു പെൺപിള്ളാരുടെ ഭരതനാട്യം. കന്യാസ്ത്രീയായ പ്രിൻസിപ്പാൾ പറഞ്ഞു, ജോസഫ് അച്ഛൻ ഫ്രീ ആണെങ്കിൽ ഒന്ന് വരണം, മുമ്പിലത്തെ കസേരയിരിക്കണം, കുഞ്ഞുങ്ങൾക്ക് അച്ഛനെ കാണുമ്പം ഒരു സന്തോഷം. ഞാൻ ഫ്രീയാ. ചെന്നിരുന്നു. എൻ്റെ അടുത്ത് ഒരു സാറ് വരുന്നു. ഒരു കൊച്ചു പെൺകുട്ടി ഡാൻസ് ചെയ്ത് പക്ഷിയെ പോലെ പറഞ്ഞ് സ്റ്റെപ്പെടുത്ത് ഇങ്ങനെ പോവുക. അപ്പം ഈ സാറ് പറഞ്ഞു, എൻ്റെ അച്ഛ അതിൻ്റെ ഒടുക്കത്തെ സ്റ്റെപ്പ് ഭയങ്കര അല്ലേ. പറഞ്ഞു തീർന്നില്ല. അത് വലതുകാലം ഉളുക്കി സ്റ്റേജിൽ കിടക്കുന്നുള്ളൂ. ചിലരുടെ നാക്കിൽ കാന്തശക്തി. എൻ്റെ ആശ്രമത്തിൽ ഒരാൻറ്റിയുണ്ട്. രാത്രി 9:30 മുമ്പ് ചെന്നാൽ ചൂടുമാറാത്ത ചോറും ആവി മാറാത്ത കറിയും നല്ല തിളപ്പിച്ച ജീരകവും അവർ കാത്തിരിക്കും. വർത്തമാനവും പറയും, ചോറൊക്കെ വിളമ്പിയിട്ട് പറയും, അച്ഛൻ്റെ ഒരു ഭാഗ്യം, എന്നും ധ്യാനമല്ലേ. അതെ, ഇത്രയും ഓടിയിട്ടും ഒരു ക്ഷീണമില്ല കേട്ടോ. മൊയലും കുഞ്ഞിൻ്റെ കൂട്ടാ ഇരിക്കുന്നത്. അന്ന് രാത്രി 10:30 ജപ്പാൻ ജ്വരം, ഡെങ്കിപ്പനി, ചിക്കൻ ഗുനിയ, കൊറോണ വൈറസ് മുഴുവൻ വന്നു കഴിഞ്ഞു. ചില നാക്കിൽ കാന്തശക്തിയുണ്ട്, ചില കണ്ണിൽ കാന്തശക്തി. പച്ചക്കറി തോട്ടത്തിൽ ആദ്യം കോലം, പിന്നെ കോവയ്ക്ക. ചില കോവയ്ക്ക നോക്കിയാൽ കോവയ്ക്ക തന്നെ പൊഴുത്തു പോകും, കണ്ണിൻ്റെ കാന്തശക്തി. ഇപ്പം നാവിൽ, കയ്യിൽ, കണ്ണിൽ നമുക്കൊക്കെ കാന്തശക്തിയാണ്. പറഞ്ഞു വരുന്നത്, ഈ കണ്ണിലൂടെ അകത്തേക്ക് വരുന്നത് എൻ്റെ ഉള്ള. 2021 ക്രിസ്മസ് വനിത മനോരമ എന്നെക്കുറിച്ച് ഇറക്കിയ സ്പെഷ്യൽ പതിപ്പായിരുന്നു ഞാനും ഇന്നസെൻറ്റും. ഇന്നച്ചനും കാപ്പപ്പിടി അച്ഛനെന്നും പറഞ്ഞ് മനോരമ
6 പേരിൽ ഒരു വലിയ ലേഖനം ഇട്ടു. ഇരിങ്ങാലക്കുടയിൽ ഇന്നസെൻറ്റിൻ്റെ വീട്ടിൽ, പാർപ്പിടം എന്നാണ് വീട്ടുപേര്. ആ വീട്ടുപേര് കൊടുത്തത് നെടുമുടി വേണുവാണ്. ഇപ്പം ഞാനും ഇന്നസെൻറ്റും കൂടി വർത്താനം പറഞ്ഞിങ്ങനെ നടന്നപ്പോൾ മനോരമക്കാർ റെക്കോർഡ് ചെയ്ത് കൂടെ വന്നു. ഇപ്പം ഇന്നസെൻറ്റ് പറഞ്ഞു, അച്ഛാ, കാഴ്ച കണ്ണിലല്ല, കാഴ്ച മനസ്സിലാണ്. കേൾവി കാതിലല്ല, കേൾവി മനസ്സിലാണ്. രുചി നാവിലല്ല, രുചി മനസ്സിലാണ്. ക്യാൻസർ ബാധിതനായ ഇന്നസെൻറ്റ് ഡോക്ടർ ഗംഗാധരൻ്റെ ശുശ്രൂഷയിലായിരുന്നു. ഒരു ഷൂട്ടിങ്ങിന് ഇന്നസെൻറ്റിനെ വിളിച്ചു. കുട്ടിക്കാനത്ത് വെച്ച് തോംസൺ വില്ല എന്ന പടത്തിൻ്റെ അവസാന ഭാഗം എടുക്കാൻ. ഇന്നസെൻ്റ് അതിൽ അച്ഛനായിട്ട് അഭിനയിക്കുന്നു. ഷൂട്ടിങ് തീരുന്നെന്ന് കോടമഞ്ഞായി തൂളമഴയായി. നിർമ്മാതാവ് പറഞ്ഞു, ഇരുട്ട് പരക്കുന്നു, സമയം തീരുന്നു, എത്രയും പെട്ടെന്ന് ഷൂട്ടിങ് പൂർത്തിയാക്കണം. ഇന്നസെൻ്റ് അച്ഛൻ്റെ കുപ്പായം തിരിച്ച് പവറിലിട്ട് കണ്ണട വെച്ച് മുടിയൂരി സൈറ്റിലേക്ക് നടന്നപ്പോൾ പോക്കറ്റിൽ മൊബൈൽ ഫോൺ അടിച്ചു. നോക്കുമ്പം ഡോക്ടർ ഗംഗാധരൻ വിളിക്കുന്നതാണ്. പറഞ്ഞു, അല്പം ഗൗരവമാണ്, ഷൂട്ടിങ് കഴിഞ്ഞാൽ ഉടനെ മകന് സോണത്തെയും കൂട്ടി ലേക്ക് ഷോർ ഹോസ്പിറ്റലിലേക്ക് എത്തണം. അച്ഛാ, ദേഹം ധരിച്ചു, ഞാൻ ആകെ മരവിച്ചു പോയി. എങ്ങനെയോ ഷൂട്ടിങ് പൂർത്തിയാക്കി മകൻ്റെ കൂടെ കാറിൽ യാത്രയായി. പഴയ മീനിച്ചിലാറ്, വൈക്കം തടാകം എല്ലാം ഉണ്ട്, പക്ഷെ ഒന്നും കണ്ണിൽ പതിഞ്ഞില്ല. അന്ന് മനസ്സിലായി, കാഴ്ച കണ്ണിലല്ല, കാഴ്ച മനസ്സിലാണ്. ഏറ്റവും നല്ല ഹോട്ടലിൽ കയറി രുചിയുള്ള ഭക്ഷണം മകൻ സോണറ്റ് മേടിച്ചു തന്നു. ഒന്നും കഴിക്കാൻ പറ്റിയില്ല. രുചി നാവിലല്ല, രുചി മനസ്സിലാണ്. ഒന്നാം തരം പാട്ട് വെച്ച് തന്നു, പക്ഷെ ഒന്നും ആസ്വദിക്കാൻ പറ്റിയില്ല. സംഗീതം കാതിലല്ല, സംഗീതം മനസ്സിലാണ്. നമുക്കിത് സംഭവിക്കാം. കറങ്ങുന്ന ഫാനിൻ്റെ കീഴിൽ നിന്ന് വേർക്കുന്നവരില്ലേ? ഭക്ഷണത്തിൽ കൈയിട്ട് ചുമ്മാ വിരടിയിരിക്കുന്നവരില്ലേ? കാരണം ഉള്ളുപോലെ രുചി, ഉള്ളുപോലെ കണ്ണ്, ഉള്ളുപോലെ കേൾവി. ഇപ്പം കണ്ണുകളുടെ ദുരാശ, ഉള്ളെങ്ങനെയാണോ കണ്ണ് അങ്ങനെ യാത്ര ചെയ്യും. 2, ജഡത്തിൻ്റെ ദുരാശ. എന്താ ജഡത്തിൻ്റെ ദുരാശ? കണ്ണുകളെ നിയന്ത്രിച്ചില്ലേ ജഡികമായ പാപത്തിൽ വീഴും. 2 സാമുവേൽ 11-ാം അധ്യായം. രാജാവായ ദാവീദ് ഉച്ചയൂണും കഴിഞ്ഞ് ഉണ്ണിക്കുളവരം നിർമ്മി നടക്കുമ്പോൾ വിലക്കെട്ട് കനി കുടിച്ചിട്ട് കയറി വരുന്നു. പിടിച്ചൊരു കരി വെച്ച് കൊടുത്തു, ഗർഭിണിയായി. കണ്ണുകളെ നിയന്ത്രിക്കാഞ്ഞ ദാവീദ് രാജാവ് വ്യഭിചാരത്തിൽ ചെന്ന് വീണു. ബ്ലൂ ഫിലിം കണ്ട് ഉറങ്ങാൻ പോയാൽ ജഡികമായ പാപത്തിൽ വീഴും. മൊബൈൽ ഫോണിലൂടെ സഭ്യതയില്ലാതെ വർത്താനം പറഞ്ഞ് ഉറങ്ങാൻ പോയാൽ ജഡികമായ പാപം. വൃത്തികെട്ട പടം കണ്ട് മയങ്ങാൻ പോയാൽ ജഡികമായ പാപം. 1, കണ്ണുകളുടെ ദുരാശ. 2, ജഡത്തിൻ്റെ ദുരാശ. 3, ജീവിതത്തിൻ്റെ അഹന്ത. മനുഷ്യന് പല വിധത്തിൽ അഹങ്കാരം വരാം. ഈ അഹങ്കാരങ്ങളെ ബൈബിൾ പരിഹസിക്കുന്നുണ്ട്. നിങ്ങൾക്കും എനിക്കുമൊക്കെ അഹങ്കാരം വരാൻ പല പല വഴികൾ. പാലായിൽ ഒരു ചേട്ടന് ജർമ്മനിയിൽ ജോലിയുള്ള നേഴ്സായ മകൾ 5 പവൻ തൂക്കമുള്ള ഡിസ്കോ സ്വർണമാല പണിയിച്ചു കൊടുത്തു. അറ്റത്ത് കുരിശു വിട്ടു. ഈ മാല കിട്ടിയാണ് ചേട്ടൻ ഷർട്ട് ഊരി ദൂരക്കള. പാലക്കാരൻ മാല കാണിക്കാൻ ഷർട്ടൊരു തടസ്സം. പിന്നെ രാവിലെയും വൈകിട്ടും മണ്ണക്കാട് തിയേറ്റർ മുതൽ കുരിശുപള്ളിക്കാല വരെ മാറും മാരെ ഉന്തിപ്പിടിച്ച് ഈ ചേട്ടൻ ഇങ്ങനെ നടന്നു. ഒരു 3 മാസം നടന്നപ്പോൾ അയലോകത്തെ അമ്മച്ചിയുടെ പ്രാർത്ഥന, എൻ്റെ ദൈവമേ, ഈ മനുഷ്യന് മാല മേടിച്ചു കൊടുത്ത പെണ്ണിൻ്റെ കാലിൽ ഒരു മുള്ളുപോലും കൊള്ളാതെ കാത്തോണം. പാലക്കാട് മഹാഭാഗ്യം, മാലയാണല്ലോ കൊടുത്തത്, അരഞ്ഞാണം ആകാഞ്ഞത് നന്നായി. അഹങ്കാരം മനുഷ്യന് പല വിധത്തിൽ കടന്നു വരാം. 40 വയസ്സുള്ള സ്ത്രീ പ്രായമുള്ള അച്ഛൻ്റെ അടുക്കൽ കുംസാരിക്കാൻ മുട്ടുകുത്തി, പാപങ്ങൾ പറഞ്ഞു. അവസാനം പറഞ്ഞു, അച്ഛാ, അഹങ്കാരം പാപമാണോ? അച്ഛൻ പറഞ്ഞു, അതെ. എന്തു പറ്റും? ഭർത്താവിന് ജോലി പോവും, മക്കളുടെ ഭാവി പോവും, കുടുംബത്തിൽ തകച്ചു വരും. അഹങ്കരിക്കുന്നവരെ ദൈവം ചിതറിക്കുമെന്നല്ലേ മറിയം പറഞ്ഞിരിക്കുന്നത്. അപ്പം അച്ഛൻ്റെ ആകാംക്ഷ, മോള് എന്തിൻ്റെ പേരിലാണ് അഹങ്കരിച്ചത്? അവൾ പറഞ്ഞു, അച്ചോ, എൻ്റെ സൗന്ദര്യത്തിൻ്റെ പേരിലാണ് അഹങ്കരിച്ചത്. അച്ഛൻ കമ്പി വരെ കൂടെ പുറത്തേക്കൊന്ന് നോക്കിയിട്ട് പറഞ്ഞു, മോള് സമാധാനമായിട്ട് പൊക്കോളുക. തെറ്റിദ്ധാരണ ഒരു പാപമേ അല്ല, നമുക്ക് പോകാം. അഹങ്കാരം മനുഷ്യന് പല വിധത്തിൽ കടന്നു വരാം, ഓരോരോ വിധത്തിൽ. ബൈബിൾ
മനുഷ്യൻ്റെ 4 അഹങ്കാരങ്ങളെ പേര് എടുത്തു പറഞ്ഞ് പരിഹസിക്കുന്നു. നമുക്കൊക്കെ ഉണ്ടോ ഈ 4 അഹങ്കാരം? 1, പാരമ്പര്യത്തിൻ്റെ അഹങ്കാരം. സ്നാപയോഗൻ ഞാൻ തൻ്റെ പ്രസംഗത്തിൽ പറഞ്ഞു, പൂർവ്വപിതാവായി അബ്രാഹം ഉണ്ട് എന്ന് പറഞ്ഞ് ഞെളിയരുത്. അബ്രഹാമിന് മക്കളെ കല്ലിൽ നിന്നും സൃഷ്ടിക്കാൻ സർവശക്തിന് പറ്റും. പാരമ്പര്യം പറഞ്ഞ് ഞെളിയരുത്. ഇന്നുകൊണ്ട് പാരമ്പര്യവാദികൾ. ഞങ്ങൾ പാലാ രൂപതയിലെ പുരാതന കത്തോലിക്ക കുടുംബം, സഭയിലെ തന്നെ പുരാതന കുടുംബങ്ങളുള്ള കുടക്കച്ചറ ഇടവക സഭാംഗങ്ങളാണ് ഞങ്ങൾ. ഓരോരോ വിധത്തിൽ ചില വീട്ടുപേര് പറഞ്ഞ് ഇന്ന വീട്ടിലെയാണ്, ആ വീട്ടിലെയാണ്. ഒരു കാര്യം ഓർത്തുകൊള്ളുക, നമ്മുടെയൊക്കെ വീട്ടുപേരിന് 250 വർഷം മുമ്പത്തെ പഴക്കം. പിന്നെ ഓരോ വീട്ടുപേരും സ്ഥലം മാറി താമസിക്കുമ്പോൾ മാറി മാറി പോകുന്നു, സ്ഥലങ്ങളും മാറും. മലയിൽ മത്തായി ചേട്ടൻ താമസിച്ചപ്പോൾ മലയിൽ മത്തായി, റോഡ് സൈഡിൽ പെര പണിതപ്പോൾ നിരപ്പേൽ മത്തായി, താഴെ പണിതപ്പോൾ താഴത്തേൽ മത്തായി. സ്ഥലം മാറുമ്പം വീട്ടുപേരും മാറിക്കൊണ്ടിരിക്കും. എൻ്റെ വീട്ടുപേര് പുത്തമ്പരിക്കൽ. പലരും ചോദിക്കും, PSCയിൽ ഒരു പുത്തമ്പരിക്കൽ മാത്യു സാറുണ്ടല്ലോ, അച്ഛൻ്റെ ആരെങ്കിലും ആണ്? ആരുമല്ല. ആരെല്ലാം പുത്തം പെര പണിതാലും പുത്തമ്പരിക്കൽ. വേട്ടോൻ, പരവൻ, ഊരാളി, മലമ്പണ്ടാരം, ആദിവാസി, ആരെല്ലാം പുത്തം പെര പണിതാലും പുത്തമ്പരിക്കൽ. ഒരു മനുഷ്യൻ്റെ വീട്ടിൽ ഒരു സ്വർണ്ണക്കുന്നേൽ, പേര് ഔസേപ്പ്. ആൾക്കാർ വിളിച്ചു, സ്വർണ്ണക്കുന്നേൽ ഔത, സ്വർണ്ണക്കുന്നേൽ ഔത. മലമുകളിലാണ് വീട്. 3 മെഡിക്കൽ പിള്ളേർ, പെൺപിള്ളേർ. നേഴ്സിംഗ് പാസ്സായി മെയിൻ റോഡ് സൈഡിൽ 20 സെൻറ്റ് സ്ഥലം മേടിച്ചു. അപ്പനും അമ്മയ്ക്കും ഒരു നല്ല പെര പണിത് കൊടുത്തു. പക്ഷെ പെര പണിതത് ആനിക്കാവള ഉണ്ടാകുന്ന ആനി മരത്തിൻ്റെ ചുവട്ടിലായിരുന്നു. 2 മാസം കഴിഞ്ഞപ്പോൾ സ്വർണ്ണക്കുന്നൽ അവരെ ആൾക്കാർ വീട്ടുപേര് മാറ്റി വിളിച്ചു, ആനിമൂട്ടിലാവുക, ആനിമൂട്ടിലാവുക. ഇയാളോർത്തു, ഇത്തിരി നല്ല വീട്ടുപേര്, മരത്തിൻ്റെ പേര് പോന്ന മോശം. അയാൾ മഴുവും കോടാരിയും കൊടുന്ന് ആനി വെട്ടി ദൂരെ കളഞ്ഞു. 2 മാസം കഴിഞ്ഞപ്പോൾ ആൾക്കാർ വിളിച്ചു തുടങ്ങി, കുറ്റിയാനിക്കലാവുക, കുറ്റിയാനിക്കലാവുക, കുറ്റിയാനിക്കലാവുക. ഇയാൾ പിക്കാസും തൂമ്പായും കൊടുന്ന് കുറ്റി പറിച്ച് ദൂരെ കളഞ്ഞു. ഇന്നത്തെ വീട്ടുപേര് കുറ്റി പറയാനിക്കൽ ആവുക എന്നാണ് വീട്ടുപേര്. അപ്പം ഇതുകൊണ്ട് നമ്മൾ പാരമ്പര്യം പറഞ്ഞ് ഞെളിയരുത്. ഒരു നല്ല വീട്ടിൽ മോശമായ ഒരു മോൻ, മോശമുള്ള ഒരു മോൾ ജനിച്ചാൽ വീട്ടുപേര് തകർന്നു. ഏറ്റവും പാവപ്പെട്ട വീട്ടിൽ ഒരു നല്ല മോൻ, നല്ല മോൾ ജനിച്ചാൽ വീട്ടുപേരും നാടും വളരും. ഞാൻ വരുന്ന ഉഴവൂരിൽ നിന്നാണ്. ഉഴവൂരിൽ സമ്പന്ന കുടുംബങ്ങൾ ധാരാളം, അമേരിക്കനും പൗരത്വമുള്ള ധാരാളം കുടുംബങ്ങളുണ്ട്. പക്ഷേ ആൾക്കാർ ആ കുടുംബങ്ങളെ അത് ശ്രദ്ധിക്കുക. തേങ്ങ പൊതിച്ചു കൊടുത്ത ഒരു പരവൻ്റെ വീട്, തുണി അലക്കി തേച്ച് കൊടുത്ത ഒരു വെളുത്തരത്തി തള്ളയുടെ വീട്, അതാണ് നാട്ടിലെ 1-ാം വീട്. ആ വീട്ടിൽ ഒരു കറുത്ത മോൻ പെടുന്നു. അവൻ പഠിച്ചു വളർന്നു. ഇന്ത്യയെ നയിച്ച KR നാരായണൻ എന്ന രാഷ്ട്രപതിയായി. നമ്മൾ ജനിക്കുന്ന വീട് മെച്ചമല്ല, നമ്മൾ ജീവിക്കുന്ന ജീവിതം, ആ ജീവിതമാണ് നമ്മളെ ചെയ്യുക. നിങ്ങൾ ചുമ്മാ യൂട്യൂബിൽ ഒന്ന് ചുമ്മാ സെർച്ച് ചെയ്യുക. സഞ്ചാരം ചാനലിൽ ഞാനും സന്തോഷ് കുളങ്ങരയും തമ്മിലുള്ള 15 എപ്പിസോഡുണ്ട്, ചരിത്രം എന്നിലൂടെ. അതിൽ സന്തോഷ് പറയുന്നു, ഒരു കൊച്ചു ഗ്രാമത്തിൽ ജനിച്ച് ചുമ്മാ തമ്പുരാനോട് ചേർന്നേന്ന് പോയപ്പോൾ ദൈവം ഇവിടം വരെ എന്നെ എങ്ങനെ എത്തിച്ചു. അതാണ് സന്തോഷ്. സഞ്ചാരം ചാനലിൽ ചരിത്രം എന്നിലൂടെ ഞാനുണ്ട്, DGP സന്ധ്യയുണ്ട്, അലക്സാണ്ടർ സാറുണ്ട്. ഓരോ ജീവിതങ്ങളെ അവർ അവതരിപ്പിക്കുന്നതാണ്. അപ്പം നമ്മുടെയൊക്കെ കുടുംബത്തിൽ മക്കൾക്ക് നല്ല അവസ്ഥ കൊടുത്ത്, എത്ര പാവപ്പെട്ട കുടുംബത്തിലും അവസ്ഥ കൊടുത്ത് വളർത്തിക്കൊണ്ടുവരിക. ആ മക്കളിലൂടെ ദേശം അറിയപ്പെടും, കുടുംബം അറിയപ്പെടും. അപ്പോൾ പാരമ്പര്യത്തിൻ്റെ അഹങ്കാരത്തെ യേശു പരിഹസിച്ചു സ്നാപക യോഹന്നാനിലൂടെ. 2, അറിവിൻ്റെ അഹങ്കാരം. അറിവിൻ്റെ അഹങ്കാരം കുറച്ച് പേര് പറയും, ഞങ്ങൾക്ക് ഗ്രീക്ക് സംസ്കാരങ്ങൾ, യഹൂദ സംസ്കാരങ്ങൾ കാണാപ്പാടും അറിയാം. യേശു പറഞ്ഞു, വിജ്ഞാനികളും ദിവ്യകളിൽ നിന്നും മറച്ചു വെച്ച ദൈവരാജ്യ രഹസ്യം ശിശുക്കൾക്ക് വെളിപ്പെടുത്തും. അറിവ് പറഞ്ഞ് ഞെളിയരുത്. മലയാളിയുടെ ഏറ്റവും വലിയ അപകടമാണ് അറിവിൻ്റെ നഗളം. ABCD M വരെ അറിയാവുന്നവൻ ഇന്ത്യ ടുഡേ കൈപിടിക്കും സ്റ്റാൻഡേർഡ് കാണിക്കാൻ. വായിച്ചു വരുമ്പോഴാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തലയും കുത്തി നിൽക്കുന്നു. അപ്പോൾ ആ മാസിക
തിരിച്ചാ പിടിച്ചെന്ന് പിടികിട്ടുക. ഇങ്ങനെ മനുഷ്യരുണ്ട്. ഇന്ന് മധ്യ തിരുവിതാംകൂറിൽ പല ആൻറ്റിമാരും ഇംഗ്ലീഷിന് ട്യൂഷൻ പഠിക്കുക. കാരണം കാനഡ, USA, UK, അയർലൻഡ്, ഓസ്ട്രേലിയ, ന്യൂസിലൻഡിൽ നിന്നൊക്കെ മക്കൾ വരുമ്പം അല്പം ഇംഗ്ലീഷ് അമ്മച്ചിക്കും പറഞ്ഞാൽ കൊള്ളാം. ഇപ്പം എന്തു ചെയ്യും? റിട്ടയേർഡ് സാറന്മാർ ഹിന്ദിക്ക് ട്യൂഷനാണ്. ഈ ആൻറ്റിമാർ ഹിന്ദി ആരോടാ പറഞ്ഞ് പഠിക്കുക? കെട്ടിയവനോട്. വൈകുന്നേരം 5:30 ഭർത്താവിനെ വിളിക്കുന്നു. ഹണി, വെൻ ആർ യു കമ്മിങ്? എപ്പോഴാ തേനെ വരുന്നത്? കെട്ടിയവന് മറുപടി, ഐ വിൽ ബി ലേറ്റ്, ഞാൻ താമസിക്കും. വൈ? എന്തുകൊണ്ട്? ഐ ആം ടയേർഡ്, എനിക്ക് ക്ഷീണമാണ്. പിന്നെ ഭാര്യയുടെ മറുപടി, ഓക്കെ ദെൻ റെസ്റ്റ് ഇൻ പീസ്. ഇതാണ് ഇന്നത്തെ ലോകം. ഈ അറിവിൻ്റെ നഗളം മനുഷ്യൻ കാണിക്കുന്ന ലോകത്തിലാണ് നമ്മൾ ജീവിക്കുക. നിങ്ങൾ ചുമ്മാ യൂട്യൂബിൽ ഞാൻ ആനീസ് കിച്ചണുണ്ട്. ഞാനും സിനിമാ നടി ആനിയും കൂടെയുള്ള ഒരു സംവാദം. ആനി കരിക്കിൻ്റെ ഫുഡിങ് ഉണ്ടാക്കിയിട്ട് എന്നെ രുചിക്കാൻ വിളിച്ചിട്ട് 1 മണിക്കൂർ ആനീസ് കിച്ചൺ. അപ്പം അതിനകത്ത് ആനി ചോദിക്കുന്നുണ്ട്, മലയാളിക്ക് ഇന്ത്യ വിട്ടാൽ അഹങ്കാരമുള്ളൂ? അച്ഛൻ്റെ യാത്രയിലെ അനുഭവം. ഞാൻ പറഞ്ഞു, അങ്ങനെ പറയാൻ പറ്റിയല്ല. ഇന്ത്യയിൽ അഹങ്കാരമുള്ളവർ വിദേശത്തും അഹങ്കരിക്കും. ഇന്ത്യയിൽ എളിമയുള്ളവർ വിദേശത്തും എളിമ. അച്ഛൻ്റെ ഓർമ്മയെ വല്ലതും ഉള്ളൂ? ഞാൻ പറഞ്ഞു, ഓസ്ട്രേലിയയിലെ മെൽബണിൽ ഞാൻ ധ്യാനിപ്പിക്കുന്നു. നാട്ടിൽ പരിചയമുള്ള ഒരു കുടുംബം ഇവിടെ സാമ്പത്തികമായി പുറകോട്ട്. ഇപ്പം എങ്ങനെയോ ഓസ്ട്രേലിയയിൽ ചെന്നു. അല്പം പച്ച പിടിച്ച് വരിക. പച്ച പിടിച്ചു എന്ന് ഈ സ്ത്രീക്ക് എന്നോട് ഒന്ന് പറയണം. ഫാദർ, ദൈവകൃപയാൽ ഞങ്ങൾ സാവധാനം റിച്ച് ആയിക്കൊണ്ടിരിക്കുകയാണ്. മെയിൻ റോഡ് സൈഡിൽ 5 സെൻറ്റിൻ്റെ 5 പ്ലോട്ട്സ് ഹസ്ബൻഡ് മേടിച്ചിട്ടുണ്ട്. പിന്നെ പറയുന്നു, എൻ്റെ ഹസ്ബൻഡിന് നല്ല പേയ്മെൻ്റ് ഉണ്ട്, എനിക്ക് നല്ല പേയ്മെൻ്റ് ഉണ്ട്, സ്റ്റേ ആയാ പോയേക്കാവുന്നതെന്നാണ്. ഇതാണ് മനുഷ്യൻ്റെ അഹന്ത. പല വിധങ്ങളിൽ അഹങ്കരിക്കുന്ന മനുഷ്യരുണ്ട്. അഹങ്കാരത്തിൻ്റെ മനുഷ്യർ. നമ്മുടെ നാട്ടിൽ നിന്ന് ഒരു അങ്കിൾ, ഒരു ഗ്രാമത്തിലെ 4 അങ്കിളുമാർ ഒരുമിച്ച് അമേരിക്കയിലെ അറ്റ്ലാന്റയിൽ പോയി. 6 മാസം മക്കളെ നോക്കാനും അവർക്ക് കൂട്ടു നിൽക്കാനും. 6 മാസം കഴിഞ്ഞ് ഈ അങ്കിളുമാർ തിരിച്ചു വന്നു. ഗ്രാമത്തിലെ ചായക്കടയിൽ 4 മണിക്ക് ചൂട് ചായ ഊതി കുടിക്കുന്നു, ചൂടുവട ഒടിച്ച് തിന്നുന്നു. ആൾക്കാർ നോക്കുക, അമ്പിളി അമ്മാവയിൽ നിന്ന് വന്ന പോലെ. അമേരിക്കയിൽ നിന്ന് വരികയല്ലേ. ഒരങ്കിൾ അല്പം ഗമ കൂടിയ ആൾ ബട്ടൺസ് വെടുത്തി നെഞ്ചിലെ രോമത്തിൽ മറിഞ്ഞു കിടന്ന മാല കൈകൊണ്ട് ഇങ്ങനെ പൊക്കി പിടിച്ച് എല്ലാവരും കേൾക്കാൻ 3 പേരോടും ചോദിച്ചു, ഹ്യൂമൻ ബോഡിയിൽ എത്ര ബോൺസ് ഉണ്ടെന്ന് നിങ്ങൾ ആർക്ക് പറയാം? അമേരിക്ക പോകുന്നവരെ ശരീരമല്ല, അമേരിക്ക പിന്നെ ഗമ, ബോഡിയിൽ എത്ര ബോൺസ് ഉണ്ട്? ഒരു ചേട്ടൻ പറഞ്ഞു, 500 ബോൺസ് നല്ല നേരെ നിൽക്കാൻ പറ്റുള്ളൂ. രണ്ടാമത്തെ ആൾ പറഞ്ഞു 5, കൈക്ക് 2, കാല് 2, നടുക്കൊന്ന് മതി. മൂന്നാമത്തെ ആൾ പറഞ്ഞു, മോൻ്റെ കുട്ടി ബയോളജി വായിച്ചത് 206 ബോൺസ് എന്നാ പറ്റുക. ഇപ്പം ചോദ്യം ചോദിച്ച ആൾ പറഞ്ഞു, നോളജ് ഇല്ലാത്തവർ ആർഗ്യൂ ചെയ്ത് ടൈം വേസ്റ്റ് ആക്കരുത്. എന്നോട് ചോദിക്കാമെങ്കിൽ കറക്റ്റ് ആൻസർ ഞാൻ പറയാൻ പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, ഹ്യൂമൻ ബോഡിയിൽ എക്സായി 1951 ബോൺസ് ആണുള്ളത്. ഇവർ ചോദിച്ചു, എങ്ങനെ കൃത്യമായിട്ട് പിടികിട്ടി? 2 വർഷം മുമ്പ് എൻ്റെ വല്യമ്മച്ചി മരിച്ചു. വല്യമ്മച്ചി അടക്കി കഴിഞ്ഞ് എല്ലാവരും പോയപ്പോൾ ഞാൻ കണ്ണടച്ച് നിന്നു. എന്നിട്ട് ഞാൻ ചുറ്റുപാടും നോക്കി. ഇപ്പം നോക്കിയപ്പോൾ എൻ്റെ വല്യമ്മ അടയ്ക്കതിൻ്റെ തൊട്ടടുത്ത് ഒരു കല്ലറ, അതിൻ്റെ മുകളിൽ കൃത്യമായി ഞാൻ വായിച്ചതാണ് ബോൺ ഇൻ 1951 എഴുതി വച്ചിട്ടുണ്ട്. ഇപ്പം മനുഷ്യൻ്റെ അറിവിൻ്റെ അഹങ്കാരത്തെ യേശു പരിഹസിച്ചു. 1, പാരമ്പര്യത്തിൻ്റെ അഹങ്കാരം. 2, അറിവിൻ്റെ അഹങ്കാരം. 3, ഭക്തിയുടെ അഹങ്കാരം. ഭക്തി, നിന്റെ നാമത്തിൽ രോഗികളെ സുഖപ്പെടുത്തി, പിശാചുകളെ ബഹിഷ്കരിച്ചു, ദൈവികമായ ശക്തിയുണ്ട്. ക്രിസ്തു പറഞ്ഞു, നിന്നെ ഒന്നും ഞാൻ അറിയല. ഇന്നുകൊണ്ട് ചില കൂട്ടം ആൾക്കാർ, കത്തോലിക്കർ, വിഗ്രഹാരാധകർ, ഞങ്ങൾ ആത്മാവിലും സത്യത്തിലും മാത്രം ആരാധിക്കുന്നു. മാതാവ് വേണ്ട, യേശുപിതാവ് വേണ്ട, വിശുദ്ധന് വേണ്ട, ആത്മാവിലും സത്യത്തിലും ഞങ്ങളാ ശരി. ദൈവം പറയും, നിന്നെ ഒന്നും ഞാൻ അറിയല. ഇപ്പം നമ്മൾ തന്നെ ഓർക്കുക,
ഞാൻ സംസാരിക്കുന്നു, കുർബാനയ്ക്ക് പോകുന്നു, ധ്യാനം കൂടുന്നു, എല്ലാം കൊണ്ട് ഒരുപക്ഷെ മറ്റു പലരും മോശക്കാർ. ദൈവം പറയും, നിന്നെ ഒന്നും ഞാൻ അറിയുകയില്ല. ഞാൻ സോഷ്യൽ മീഡിയയിൽ പറഞ്ഞ ഒരു കമൻറ്റ് 20 ലക്ഷം പേര് ഷെയർ ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞു, നീതിയില്ലാത്ത ഭക്തനേക്കാൾ ദൈവത്തിനിഷ്ടം ഭക്തിയില്ലാത്ത നീതിമാനെയാണ്. നീതിയില്ലാത്ത ഭക്തനേക്കാൾ ദൈവത്തിനിഷ്ടം ഭക്തിയില്ലാത്ത നീതിമാനെയാണ്. എന്നും പള്ളിയിൽ പോവും, 10 പൈസ പാവങ്ങൾക്ക് കൊടുക്കുകയല്ല, എന്നും കുർബാന സ്വീകരിക്കും, അയലോകത്തെ ദരിദ്രരെ കുറിച്ച് ഒരു കരുണയില്ല. ഞാൻ എൻ്റെ ദൈവം, എൻ്റെ സ്തുതി പ്രാർത്ഥന തമ്പുരാൻ്റെ മുമ്പിൽ ഔട്ട്. അതേസമയം പള്ളിയില്ല, കുമ്പസാരം കുർബാനയില്ല. പാവപ്പെട്ട മനുഷ്യന് കഞ്ഞി വെക്കാൻ കാശ് കൊടുത്താൽ, പെരപണിയാൻ സഹായിച്ചാൽ, രോഗത്തിന് മരുന്ന് കൊടുത്താൽ, പള്ളിയിൽ പോകുന്നതിനേക്കാൾ ദൈവത്തിനിഷ്ടം ആ നീതിമാനെയാണ്. ഭക്തിയില്ലാത്ത നീതിമാനേക്കാൾ ദൈവത്തിന് ആ നീതിമാനെയാണ് നീതിയില്ലാത്ത ഭക്തിനേക്കാൾ ഇഷ്ടം. അപ്പം നമ്മളെന്തോ ആയി എന്നോർക്കരുത്. ഭക്തിയുടെ അഹന്തയെ യേശു പരിഹസിച്ചു. 1 പാരമ്പര്യത്തിൻ്റെ, 2 അറിവിൻ്റെ, 3 ഭക്തിയുടെ അഹങ്കാരം. യേശു പരിഹസിച്ച 4ാമത്തെ അഹങ്കാരമാണ് അധികാരത്തിൻ്റെ അഹങ്കാരം. അധികാരം. പത്രോസിനുണ്ടായ അഹന്ത, കെട്ടുവാനും മുറുക്കുവാനും അയക്കുവാനും അഴിക്കുവാനും എനിക്ക് സഹസ്ത അധികാരമുണ്ട്. യേശു പറഞ്ഞു, പത്രോസെ, പ്രായമാകുമ്പോൾ നിന്റെ അര മറ്റൊരാൾ മുറുക്കുകയും ഇഷ്ടമില്ലാത്തിരിക്കും നീ മറ്റുള്ളവരാൽ ആനയിക്കപ്പെടുകയും ചെയ്യും എന്ന് പറഞ്ഞാൽ, വാണം പോലെ പൊങ്ങിയവരെല്ലാം വടി പോലെ കീഴോട്ട് വരും. നിത്യകാല ഹീറോമാരോ ഹീറോയിന്മാരോ ഇല്ല. 1980 ഞാൻ അത്ഭുതത്തോടെ നോക്കിക്കണ്ട ആളാണ് അമേരിക്കയുടെ ബോക്സിംഗ് ഇതിഹാസം മുഹമ്മദ് അലി. എല്ലാവരെയും ചാടി ഇടിച്ചു, ഉരുണ്ടിടിച്ചു, വെല്ലുവിളിച്ചു. ആരെന്നെ ഇടിക്കും, ആരെന്നെ ഇടികൊള്ളാൻ. 8 വർഷം മുമ്പ് ചിക്കാഗോ രൂപതയെ ധ്യാനിപ്പിക്കാൻ അമേരിക്കയിലെ ലൂയിവില്ലിൽ ചെന്നു, കെൻറ്റക്കി. അവിടെയാണ് ഈ മുഹമ്മദ് അലിയുടെ വീട്. ആ വീട്ടിൽ ചെന്നപ്പോൾ കണ്ട കാഴ്ച, ചെക്കിലേപ്പെടുത്ത് കൈ പിടിക്കുമ്പോൾ അറിയാതെ ഒപ്പ് വീഴുക. പഴയ ഇടിയുടെ ബാക്കി പാർക്കിൻസൺ രോഗമായിട്ട്. 3 ഒളിമ്പിക്സിൽ ലോങ് ജമ്പിൽ സ്വർണ്ണ മെഡൽ മേടിച്ച അമേരിക്ക കാൾ ലൂയിസ് 5 മിനിറ്റ് സംസാരിക്കാൻ ഒരു ഇഞ്ചക്ഷൻ എടുക്കണം. നിത്യകാല ഹീറോമാരോ ഹീറോയിന്മാരോ ഇല്ല. വലിയവരെ തോപ്പിക്കുന്നത് നിസ്സാരപ്പെട്ടവരല്ലേ. ഒരു ഭയന്മാൻ ഒരു ഗ്രാമത്തിൽ വന്നു. വൈകുന്നേരം 5 മണിക്ക് ബർമുഡ ധരിച്ചു, ദേഹത്ത് എണ്ണ പുരട്ടി, ചെറിയ മൈക്രോഫോണിലൂടെ പാട്ട് വെച്ചു. 500ഓളം ഗ്രാമവാസികൾ ഭയന്മാൻ്റെ അഭ്യാസം കാണാൻ വേണ്ടി ഒരുമിച്ച് കൂടി. എല്ലാവരും നോക്കി നിൽക്കെ ഈ ഭയന്മാൻ ഒരു ചെറുനാരങ്ങ എടുത്ത് മുറിച്ചു. ഒരു മുറി ദൂരെ കളഞ്ഞു, മറ്റേ മുറി കൈ പിടിച്ചിട്ട് ഒരു ഞെക്ക്, ഒരു തിരുമ, ഒരു കറക്ക്. നാരങ്ങയുടെ കറ, ചൊന, നീരെ പശ മൊത്തം പുറത്തേക്ക് ചാടി വന്നു. എല്ലാവരും നോക്കി നിന്നു. ഭയൽമാൻ ഈ തൊലി കാണിച്ചിട്ട് പറഞ്ഞു, ഭയൽമാനായ ഞാൻ തിരുമിയെടുത്ത തൊലിയിൽ നിന്നും ഒരു തുള്ളി നീര് ആരേലും എടുത്താൽ എടുക്കുന്നവർക്ക് 501 രൂപ ക്യാഷ് അവാർഡ്. എല്ലാവരും വായുമുത്തി മാറി നിന്നു. ആൾക്കൂട്ടത്തിൽ നിന്ന് പാൻസും ജൂബായും ധരിച്ച്, കണ്ണട വെച്ച്, എണ്ണ പറഞ്ഞ മുടി നേരെ വകഞ്ഞേരിയ ഒരു 65കാരൻ മുമ്പോട്ട് വന്നു. നാരങ്ങാത്തിൽ ഇങ്ങോട്ടിതാ, ഞാനും നോക്കട്ടെ. പാൽമാൻ തൊലി കൊടുത്തു. ഈ 65കാരൻ വളഞ്ഞെന്ന് ഒരു ഞെക്ക്, ഒരു കറക്ക്, ഒരു തിരുമ, ഒരു നാരങ്ങാമണ നീരും കൂടെ തൊലിയെന്നെടുത്തു. പയൽമാൻ 500 രൂപ കൊടുത്തിട്ട് ചോദിച്ചു, ഞാൻ തിരുമി എനിക്ക് തൊലിയെന്ന് നീരെടുക്കാൻ വളർന്ന ഇങ്ങേരാരാ? അപ്പം പറഞ്ഞു, ഞാൻ പുത്തനായിട്ട് സ്ഥലം മാറി വന്ന വികാരിയച്ഛനാണ്. ഒരു പള്ളിപണി നടക്കുന്നുണ്ട്, എങ്ങനെ പിഴിയണമെന്ന് ഇയാളൊക്കെ കൂടുതലായിട്ട് എനിക്കറിയാം. വലിയവരെ തോപ്പിക്കുന്നത് ഏറ്റവും നിസ്സാരപ്പെട്ടവരാ വലിയവരെ. പണ്ട് ഒരു മോറൽ കഥ നമ്മളെല്ലാം കേട്ടിട്ടുണ്ട്. ആമയും മുയലും ഒരുമിച്ച് ഓടി. ആമയോർത്തു ഓടാം, മുയലോർത്തു ഓടുമ്പം ഇടയ്ക്കൊന്ന് ഉറങ്ങാം. ആമ എഴഞ്ഞു വരുമ്പോൾ 2 ചാട്ടത്തിന് മെഡൽ മേടിക്കാം. പക്ഷെ മുയൽ ഇറങ്ങിപ്പോയി, ആമ മെഡൽ മേടിച്ചു. മുയലിനെ തോപ്പിച്ചെന്നാ പഠിച്ച കഥ. ഷീയുടെ മനസ്സിലായി ആ കഥ ശരിയല്ലായിരുന്നു. ആമയല്ല മുയലാണ് ജയിച്ചത്. പ്രശ്നം റെഫറിയാണ്. റെഫറി തമിഴനാണ്. ആൾക്കാർ റെഫറിയോട് ചോദിച്ചു, റെഫറി മുയലാണോ ജയിച്ചത്? റെഫറി പറഞ്ഞു,
ആമ. അങ്ങനെ ആമ ജയിച്ചു, മുയൽ തോറ്റു, കളമൊത്തം മാറിപ്പോയെന്ന. വമ്പന്മാരെ തോപ്പിക്കുന്നത് നിസ്സാരപ്പെട്ടവരാ. നാളെ കുമ്പസാരമെന്ന കൂതാശിക്ക് നമ്മൾ അണയുമ്പോൾ ഈ ചിന്തകൾ ഹൃദയത്തിൽ ഒന്ന് സൂക്ഷിച്ചു വെക്കാം. ഇനി പാപത്തിൻ്റെ ലിസ്റ്റ്. ഗലാത്യ ലേഖനം 5-ാം അധ്യായം 16 മുതൽ വാക്യങ്ങളിൽ കുമ്പസാരത്തിന് സഹായിക്കുന്ന പാപത്തിൻ്റെ ലിസ്റ്റ് കാണാൻ പറ്റും. ഗലാത്യർ 5:16 മുതൽ. അശുദ്ധി, ദുർവൃത്തി, ജഡികമായ പാപങ്ങൾ, ബ്ലൂബിലുമാകാം, സെക്സിൻ്റെ പ്രകടനങ്ങളാകാം. അശുദ്ധി, ദുർവൃത്തി, ആഭിചാരം, കൂടോത്രം, രാഹുകാലം, വാരഫലം, ഇതിനൊക്കെ വിശ്വാസം. ഇതിന് വിളിക്കും ആഭിചാരം. 4, അസൂയ. എന്താ അസൂയ? ഒരാൾക്ക് നന്മ വരുമ്പോൾ എൻ്റെ മനസ്സിൽ ഒരു ഭാരവും തിന്മ വരുമ്പോൾ മനസ്സിൽ സന്തോഷവും. ഇതാണ് അസൂയ. അസൂയ നിസ്സാരപ്പെട്ട പാപമല്ല. ആദ്യത്തെ കൊലപാതകം അസൂയയിൽ നിന്നാണ്. കായേൻ ആബേലിനോട് അസൂയ തോന്നി, കായേൻ ആബേലിനെ കൊന്നു. സാവൂൾ രാജാവിന് ദാവീദിനോട് അസൂയ തോന്നി, കുന്തവെറിഞ്ഞ് കൊല്ലാൻ നോക്കി. ശിഷ്യന്മാർ തമ്മിലും അസൂയ. ഇപ്പം നമുക്ക് ഒരാൾക്ക് നന്മ വരുമ്പോൾ ഉള്ളിൽ വിങ്ങലും തിന്മ വരുമ്പോൾ സന്തോഷമുണ്ടോ? ഇതിന് വിളിക്കും അസൂയ. അപ്പം അങ്ങനെ എന്തെങ്കിലും ഉള്ളൂ. അശുദ്ധി, ദുർവൃത്തി, ആഭിചാരം, അസൂയ. അഹങ്കാരം നമ്മൾ കണ്ടു, പല വ്യക്തി സംഭവിക്കുന്ന അഹങ്കാരം. 6, കോപം, നിയന്ത്രണമില്ലാത്ത കോപം. ഭാര്യയോട് ഭർത്താവിന് കോപിക്കാം, ഭർത്താവിനോട് ഭാര്യയ്ക്ക് കോപിക്കാം, മക്കളോട് മാതാപിതാക്കൾക്ക് കോപിക്കാം. പക്ഷെ കോപം വരുമ്പോൾ മോശമായ വാക്ക് വായിൽ നിന്ന് വരരുത്, പാത്രം എറിഞ്ഞു പൊട്ടിക്കരുത്, മേശക്കെട്ടി ഇടിക്കരുത്, കോപത്തിൻ്റെ പ്രകടനങ്ങൾ ഒത്തിരി കാണിക്കരുത്. പൗലോസ്ലീഹ പറയുന്നു, സൂര്യാസ്തമയത്തിന് മുമ്പ് കോപാസ്തമയം നടന്നിരിക്കണം. കോപം ഉള്ളിൽ വെച്ചാൽ പിന്നീട് വരും തിന്മ, വെറുപ്പ്, വിദ്വേഷം, വൈരാഗ്യം, പക, ഭിന്നത, മാത്സര്യം, ഇങ്ങനെ പലതും വരും. പലപ്പോഴുള്ള പ്രശ്നമാണ് ക്ഷമിക്കാത്ത മനസ്സ്. അത് ഒരു വലിയ തിന്മയിലേക്ക് നയിക്കും. ഈശോ കുരിശിൽ മരിച്ചപ്പോഴും ക്ഷമിച്ച് പ്രാർത്ഥിച്ചു, പിതാവേ, ഇവർ ചെയ്യുന്നത് എന്തെന്നറിയാൽ ഇവരോട് ക്ഷമിക്കണേ. നമ്മുടെയൊക്കെ ക്ഷമ പ്രത്യേക രീതിയിലാണ്. ഒരു പള്ളിയിൽ ഞാൻ ധ്യാനിപ്പിക്കാൻ ചെന്നു. അപ്പനും മോനും കൂടെ ഭയങ്കര പിണക്കത്തിൻ്റെ കാരണം ചോദിച്ചപ്പം കുഴപ്പം മോൻ്റെയാണ്. കാരണം പെണ്ണ് കെട്ടിയ നാൾ മുതൽ അവൻ അപ്പനും വേണ്ട, അമ്മയും വേണ്ട, അവൻ്റെ ഭാര്യ മാത്രം മതി. ഞാൻ പറഞ്ഞു, എടാ, നീ അപ്പനെ അമ്മയും വേദനിപ്പിച്ചാൽ അവരുടെ കണ്ണുനീര് ആസിഡിൽ നിന്റെ കുടുംബം പൊള്ളി ചാരമാകും. നീ ക്ഷമ ചോദിക്കണം. അപ്പനോട് പറഞ്ഞു, മോൻ ക്ഷമ ചോദിക്കുമ്പോൾ അപ്പൻ അനുഗ്രഹിക്കണം. 2 പേരെ സംബന്ധിച്ചു. പിറ്റേ ദിവസം രാവിലെ പള്ളിമുറിയുടെ വരാന്തിയിൽ മേശയിട്ടു. ഞാൻ കസേരയിലിരുന്നു, അപ്പന് വലതുവശത്തിരുന്നു, മോൻ ഇടതുവശത്തിരുന്നു. 2 പേരും തുറിച്ച് നോക്കുന്നതല്ലാതെ ഒന്നും പറയുന്നില്ല. ഞാൻ അവൻ്റെ ചെവിയെ പിടിച്ചിട്ട് പറഞ്ഞു, ഇന്നലെ പറഞ്ഞതുപോലെ നീ ഒന്ന് പറ. അവൻ, അപ്പ, അറിവില്ലായ്മ കൊണ്ട് അപ്പനെയമ്മയും വേദനിപ്പിച്ചു, മാപ്പാക്കണം, മേലിൽ ആവർത്തിക്കല, ക്ഷമിക്കണം, മാപ്പാക്കണം. അവൻ അനുതാപത്തോടെ ഇരുന്നു. അപ്പൻ്റെ മുഖം കുറേ കൂടെ ഗൗരവമായി. ഞാൻ അപ്പനെ എഴുക്കിയിട്ട് കുത്തിയിട്ട് പറഞ്ഞു, ചേട്ടനും ഇന്നലെ പറഞ്ഞ പോലെ ഒന്ന് പറയാൻ പറഞ്ഞു. ഇയാൾ എഴുന്നേറ്റു, എന്നെ നോക്കി, എന്നിട്ട് പറഞ്ഞു, എടാ, ഈ ജോസഫച്ചൻ ഇത്രയും കഷ്ടപ്പെട്ടു വന്ന് ഇങ്ങനെയൊക്കെ പറഞ്ഞതുകൊണ്ട് തൽക്കാലം ഞാൻ ക്ഷമിച്ചിരിക്കുന്നു. പക്ഷെ ഒരിക്കലും നീ ഗുണം പിടിക്കുമെന്ന് ഓർക്കണ്ടാവട്ടോ. ഒറ്റ ഇരിപ്പ് വരുന്നു. പലപ്പോഴും നമ്മുടെ ക്ഷമ ഇങ്ങനെയാണ്. ക്ഷമ കൊടുക്കാൻ പറ്റണം. ക്ഷമിക്കാത്ത മനസ്സുണ്ടോ? അങ്കമാലി കവലയിൽ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് തിരുവോണ നാളിൽ ഒരു ഓണക്കളി നടന്നു. മെയിൻ റോഡിൽ 500 മീറ്റർ ഫ്രീ ആക്കി. ഒരു വിസിലൂതിയപ്പോൾ 1000-ഓളം ഗ്രാമവാസികൾ 2 സൈഡിൽ നിന്നു. 5 ചെറുപ്പക്കാരി ചേർന്ന് ഒരു മുഴുത്ത വടം കൊണ്ടുവന്ന് റോഡിൻ്റെ നടുക്കോട്ട് വെച്ചു. അടുത്ത വിസിലിൽ ഒരു പിടിയാന വന്ന് വടത്തിൻ്റെ വടക്കേ അറ്റത്തും 30 പെണ്ണുങ്ങൾ തെക്കേ അറ്റത്തും നിന്നു. ആ വർഷത്തെ ഓണം സ്പെഷ്യൽ 30 പെണ്ണുങ്ങളും പിടിയാനയും കൊണ്ടുള്ള വടംവലിയായിരുന്നു. ആൾക്കാർ നോക്കി നിന്നു. ഫൈനൽ വിസിൽ ഓതി.
ആന പടത്തെ പിടിച്ച് പൊങ്ങി, പെണ്ണുങ്ങളും പൊങ്ങി. 2 മിനിറ്റായിട്ടും പിടിയാനെ ഒരിഞ്ച് പോലും നീക്കാൻ പെണ്ണുങ്ങൾക്ക് പറ്റുന്നില്ല. കാരണം പിടിയാനയ്ക്ക് നല്ല പിടിവാശി. പിടിയാനെ എത്ര നോക്കിയിട്ടും 1/2 ഇഞ്ച് പോലും പെണ്ണുങ്ങളെ അനക്കാൻ പറ്റുന്നില്ല. പെണ്ണുങ്ങൾക്ക് പിടിയാനേക്കാൾ പിടിവാശിയുണ്ടെന്ന് കല്യാണം കഴിഞ്ഞ ആണുങ്ങളോട് പെണ്ണ് കെട്ടാതെ ഞാൻ പറയേണ്ട കാര്യമില്ല. ആഞ്ഞാഞ്ഞു വലിച്ചു. അങ്ങനെ 3-5 അവിടെ കൂടി നിന്ന ആൾക്കാർക്ക് മരണം വരെ മറക്കാൻ പറ്റാത്ത ഓണക്കാഴ്ചയ്ക്ക് വേദി ഒരുങ്ങി. ഇപ്പം പൊട്ടും പൊട്ടും മുറുക്കി പിടിച്ച പാടത്ത് നിന്ന് കൃത്യം 3-5 പിടിയാന അങ്ങ് വിട്ടു. പിന്നല്ലേ ഓണക്കാഴ്ച. വീണിതല്ലോ കിടക്കുന്നു 30 എണ്ണം ആകാശം സാക്ഷിയാക്കി പടർന്നു പന്തലിച്ച് ഒരു കിടപ്പ്. ആർക്കാ നേട്ടം? വിട്ടുകൊടുത്ത ആനയ്ക്കാണോ പിടിച്ചുകൊണ്ടുള്ള പെണ്ണുങ്ങൾക്കാണോ? വിട്ടുകൊടുത്ത ആനയ്ക്ക്. ക്ഷമിക്കുക എന്ന് പറഞ്ഞാൽ വിട്ടുകൊടുക്കുക, അയഞ്ഞു കൊടുക്കുക. ക്ഷമിക്കാതിരിക്കുക മാരക രോഗമായിട്ട് മലനടിച്ച് വീഴുക. ഇപ്പം ക്ഷമിക്കാത്ത ഒരു മനസ്സുണ്ടോ? അതിൽ നമ്മൾ തമ്പുരാനോട് മാപ്പ് ചോദിക്കണം. ആണുങ്ങളെ സംബന്ധിച്ച് മറ്റൊന്നാണ് മദ്യപാനം. മദ്യപാനം ഇന്നും ഉണ്ട്. ഒത്തിരിയൊക്കെ കുറവുണ്ടെങ്കിലും ഇന്നും സമൂഹത്തിൽ കുടിക്കുന്ന കെട്ടിവൻ, അതുമൂലം മുറിയുന്ന ഭാര്യ, മുറിവേൽക്കുന്ന മക്കൾ, ഏതെല്ലാം ടൈപ്പിലാണ്. 2 വർഷം മുമ്പ് തിരുവോണ നാളുകളിൽ ഞാനിങ്ങനെ ധ്യാനിപ്പിച്ച് നടന്നപ്പോൾ പല കൂട്ടം കള്ളച്ചാരായങ്ങൾ ഞാൻ കണ്ടു. അതിൽ 6 എണ്ണത്തിൻ്റെ പേര് വരെ എൻ്റെ ഓർമ്മയിലുണ്ട്, ബാക്കിയെല്ലാം മറന്നു. 1 ഓടെ മറിയം, 2 മണവാട്ടി, 3 പുല്ലുപെറുക്കി, 4 പോസ്റ്റേ കയറി, 5 പോസ്റ്റ്മാൻ, 6 യേശു ക്രിസ്തു. ഓടയമറിയം എന്ന കള്ളച്ചാരായം ഞാൻ കണ്ടത് പൊന്മുന്നത്ത് വെച്ചാൽ അത് കുടിക്കുന്നവൻ അടുത്ത സെക്കൻഡിൽ അടുത്തുള്ള ഓടയിലോട്ട് മറിഞ്ഞു വീഴും. ഓടയമറിയം. മണവാട്ടി കുടിച്ചാൽ പിന്നെ മുടിഞ്ഞ നാണമാ, തിരുമിക്കൊണ്ടിരിക്കും, വെല്ലേന്ന് വിടുകയല്ല. പുല്ലുപെറുക്കി കുടിക്കുന്നവൻ വെട്ടം വീഴുന്നവരെ മുറ്റത്ത് കുത്തിയിരുന്ന് സകലമാന പുല്ലും പറിക്കും, വെട്ടം വീണാലും കയറി പോവുകയല്ല. പോസ്റ്റേ കയറി കുടിക്കുന്നവൻ ചാമ്പ, പേര, കപ്പളം, കമുക്, തെങ്ങ്, പ്ലാവ്, അണ്ണാനെ പോലെ കയറുക ഇറങ്ങുക, ഇറങ്ങുക കയറുക. പോസ്റ്റ്മാൻ്റെ പ്രത്യേകത, അത് കുടിക്കുന്നവൻ എല്ലാ വീട്ടിൽ കൂടെയും കറങ്ങിക്കൊണ്ടിരിക്കും. സ്വന്തം വീട് മാത്രം എവിടെയാണ് യാതൊരു പിടിയുമില്ല. പാലായിൽ ഒരു ചാണ്ടിച്ചേട്ടൻ ഷാപ്പിൽ പോയി മൂക്കറ്റം കുടിച്ചു, പൂക്കറ്റി പൂസായി. ചാണ്ടിച്ചേട്ടന് വീട് എവിടാന്നറിയത്തില്ല. 5-6 സഹകുടിയന്മാർ ചാണ്ടിച്ചേട്ടനെ കൂട്ടി ആടി വീടിന് മുറ്റത്തു. ഒരു കുടിയൻ കോളിംബൽ അടിച്ചു. ഭാര്യ ചോദിച്ചു, ആരാ? ഞങ്ങൾ ചാണ്ടിയം കൊണ്ട് വന്നതാ. കുടിക്കുന്ന കെട്ടുവൻ്റെ കൂട്ടുകാരോടും ഭാര്യയ്ക്ക് അരിച്ചോ. അവിടെയെങ്ങാനും ചാണ്ടി വെച്ച് പൊക്കോളാൻ പറഞ്ഞു. 5 മിനിറ്റായി ഒരനക്കവുമില്ല. ഒരു പിന്നെ മണി അടിച്ചു. ഭാര്യ ചോദിച്ചു, ആരാ? ഞങ്ങൾ ചാണ്ടിയം കൊണ്ട് വന്ന് പറഞ്ഞില്ലേ, നിർത്തിയിട്ട് പോകാനല്ലേ പറഞ്ഞത്. പൊരുതിനെ മറുപടി, പൊന്നു പെങ്ങളെ, പുറത്തേക്ക് ഇറങ്ങി വന്ന് ഞങ്ങൾ ആരാ ചാണ്ടിന്നൊന്ന് കാണിച്ചു തരാമോ? ഇതാണ് പോസ്റ്റ്മാൻ. പോസ്റ്റ്മാൻ. മറ്റൊന്ന് യേശു ക്രിസ്തു. അതിൻ്റെ പ്രത്യേകത, 2 കവൾ അടിച്ചോ, അടിക്കുമ്പം കണ്ണടച്ചോ, പിന്നെ 3-ാം പൊക്കവേ കണ്ണു തുറക്കാൻ പറ്റുള്ളൂ. ഇതാണ് യേശു ക്രിസ്തു. കുറേ നാൾ മുമ്പ് കോട്ടയം റെയിൽവേ സ്റ്റേഷനിൽ മംഗലാപുരത്തിനുള്ള ട്രെയിൻ വരുന്നു. ചൂളംവിളി കയറി. ആൾക്കാർ ഓടി വന്ന് ട്രെയിനെ കയറി. 3 കുടിയന്മാർ കയറി. 2 കുടിയന്മാരിരുന്നു. 3-ാമത്തൻ ഇരിക്കാൻ തുടങ്ങിയപ്പോൾ ട്രെയിൻ മുമ്പോട്ടെടുത്തു. ഇവൻ ധരിച്ച് പ്ലാറ്റ്ഫോമിൽ വീണു. ട്രെയിനിങ് പോയി. സ്റ്റേഷൻ മാസ്റ്റർക്ക് സഹതാപം തോന്നി. അദ്ദേഹം എന്ന് പറഞ്ഞു, അപ്പൻ, അമ്മ, ഭാര്യ, മക്കളുള്ള ആളല്ലേ, കുടിച്ചിങ്ങനെ നാണം കെടുന്നത് മഹാ കഷ്ടമല്ലേ. ഇത്രയും പിടിച്ചാൽ നിൽക്കാൻ പറ്റിയല്ലെങ്കിൽ വീട്ടിൽ നിന്ന് കുടിച്ചാൽ പോരെ, അടുത്ത ട്രെയിനിൽ ഞാൻ കയറ്റി വിടാം. ഇയാൾ ഉപദേശത്തോടെ പറഞ്ഞു, ഇനി മേലിൽ പരസ്യമായി കുടിക്കാതിരുന്നാൽ മതി. ഈ മനുഷ്യൻ പറഞ്ഞു, പൊന്ന് സാറേ, അതല്ല പ്രശ്നം. എന്താ പ്രശ്നം? അവന്മാർ 2 പേരും എന്നെ ട്രെയിൻ കയറ്റി വിടാൻ വന്നതായിരുന്നു. അവർ മംഗലാപുരത്തിനും പോയി, ഞാൻ കോട്ടയത്തും കിടപ്പുണ്ട്. അപ്പം മദ്യത്തിൻ്റെ ബന്ധനം, മദ്യപാനം, മദ്യത്തിൻ്റെ വിഷം, ഇങ്ങനെ എന്തെല്ലാം ഉണ്ടോ. ഇത് പാപത്തിൻ്റെയും മറ്റും തിന്മകൾ നമുക്കറിയാം. ഇനി വ്യക്തിപരമായി നിങ്ങൾക്കറിയാവുന്ന പാപങ്ങൾ പലതുകൊണ്ട് അതെന്തെന്ന് ഒരു സ്വയപരിശോധന നടത്തുക.